രാജാവായിരിക്കുന്ന ഉസിയാവെ 52 വർഷം അവൻ യഹൂദ രാജ്യം ഭരിച്ചു. 16-ാമത്തെ വയസ്സിൽ അവൻ രാജാവായി 52 വർഷം യെരുശലേമിൽ വാണു. താൻ ദൈവത്തിന് പ്രസാദമുള്ളതും ചെയ്തു. ദൈവം അവന് അഭിവൃദ്ധി നൽകി. ദൈവത്തിനു വേണ്ടി നാം പ്രവർത്തിച്ചാൽ നമുക്ക് അഭിവൃദ്ധി നൽകുന്ന ദൈവമാണ്. വെറുതെ ഇരുന്നൊന്നും അഭിവൃദ്ധി പ്രാപിക്കുകയില്ല. നാം ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചാൽ ദൈവം അഭിവൃദ്ധി പ്രാപിക്കും. ചുറ്റുമുള്ള സകല രാജാക്കന്മാരും അവനെ ഭയപ്പെട്ടു. അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. തനിക്ക് കപ്പം കൊണ്ടുവന്നു, കാഴ്ച കൊണ്ടുവന്നു. കാരണം ഇവൻ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരെ ആക്രമിക്കുന്നുള്ള പേടിയാൽ കരമൊക്കെ കൊടുക്കത്തക്കവണ്ണം അടുത്തുള്ള രാജ്യങ്ങൾ ഭയപ്പെട്ടു. അവന്റെ ശ്രുതി ബഹുദൂരം പരന്നു. അവൻ ലോകത്തിൽ അറിയപ്പെട്ടവനായി മാറിക്കൊണ്ടിരുന്നു. അവന് പ്രബലനായപ്പോൾ നാശത്തിനായി നിഗളിച്ചു. ഇവിടെയാണ് ദൈവജനത്തിന്റെ പരാജയം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പാപങ്ങളിൽ വെച്ച് ഒരു മഹാപാപമാണ് നിഗളം. ലൂസിഫറിന്റെ ജീവിതത്തിലും വന്ന പാപം എന്ന് പറയുന്നത് നിഗളം. കാരണം ആളുകൾ അംഗീകരിക്കാനും മാനിക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ അറിയാതെ താനേതോ എന്തോ എന്നുള്ള ചിന്ത കയറി വരും. നമുക്ക് കുറച്ച് സ്റ്റേജുകളും സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇത് നമ്മുടെ പിന്നാലെ വരാൻ ഇടയാകും. അത് നമ്മളിലേക്ക് കയറുവാൻ ഇടയാകരുത്. കയറിയാൽ നാം എന്തെല്ലാം ശുശ്രൂഷ ചെയ്തോ അതെല്ലാം പരാജയത്തിലേക്കാകും. ഈ പാപം കയറി വന്നിട്ട് എത്രയോ പ്രാപ്തിയുള്ള ദൈവദാസന്മാരുടെ കുറ്റം പറയല്ല, കോടാലി തെറിച്ചുപോയി, തിരിച്ചു കിട്ടിയിട്ടില്ല. പിന്നെ കോടാലിയുടെ പിടിയുമായിട്ട് തീർന്നിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. ഒരു നല്ലൊരു ഗുണദോഷം മാത്രം ഞാൻ പറയുന്നു മാത്രമേ ഉള്ളൂ. 2 ദിനവൃത്താന്ത പുസ്തകം 26-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. അവൻ നിഗളം കയറിയപ്പോൾ അവൻ വിചാരിച്ചു എനിക്ക് എന്ത് ചെയ്യാമെന്ന്. അവൻ ഒരു ദിവസം വിശുദ്ധ സ്ഥലത്ത് കയറി. അവൻ അവിടെ കയറാൻ പാടില്ല. ഇസ്രായേലിലെ 3 വിഭാഗക്കാർക്കാണ് അഭിഷേകമുള്ളത്. ഒന്ന് പുരോഹിതന്മാർക്ക്, ലേവ്യ പുരോഹിതന്മാർക്ക്. 2 പ്രവാചകന്മാരെ. 3 രാജാക്കന്മാരെ. ഇങ്ങനെ 3 കൂട്ടരെയാണ് അഭിഷേകം ചെയ്യുന്നത്. എന്നാൽ ശുശ്രൂഷയുടെ മുഖത്തെ ഒന്നാമൻ ലേവ്യ പൗരോഹിത്വമുള്ള ശുശ്രൂഷകനാണ്. പ്രവാചകനാണെന്ന് പറഞ്ഞാലും ഈ ആലയത്തിലെ ശുശ്രൂഷയ്ക്ക് അവനെ വിളിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ ഉസിയാവിന് തീരുമാനിച്ചു ഒന്ന് ധൂപം കാട്ടാവുന്ന എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് പേരെടുക്കാൻ വേണ്ടി. ദൈവം വിളിക്കാത്തവരെ, ദൈവം ആക്കാത്തവരെ ശുശ്രൂഷയിൽ വരരുത്. വന്നാൽ പരാജയങ്ങളായിരിക്കും. പരാജയം പിന്നെ പ്രശ്നങ്ങളാകും. അത് വലിയ വിപത്തായിട്ട് ദൈവസഭയ്ക്കകത്തെ മാറ്റപ്പെടും. അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ, ധൈര്യശാലികളായ 80 പുരോഹിതന്മാർ തടഞ്ഞു. അവര് പറഞ്ഞത് ഉസിയാവേ നീ ചെയ്യുന്നത് തെറ്റാണെന്ന്. രാജാവിന്റെ മുഖത്ത് നോക്കിയാണ്
80 പുരോഹിതന്മാര് പറഞ്ഞപ്പോഴേ അവന്റെ കയ്യിൽ ധൂപകലശം ഇരിക്കുന്നു. അവൻ കോപിച്ചു. കോപിക്കാതിരിക്കാൻ പറ്റുമോ? രാജാവല്ലേ? രാജാവിന്റെ മുഖത്ത് നോക്കി തെറ്റ് പറഞ്ഞാൽ കോപിച്ചിരിക്കും. അവൻ കോപിച്ചു. അവിടെ പറയുന്നത് ഉടനെ അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. ആരായിരുന്നാലും കുഷ്ഠം പൊങ്ങിയ പിന്നെ പാളയത്തിന്റെ പുറത്തെ പ്രത്യേകമായ സ്ഥലത്ത് താമസിച്ചോണം, മരണം വരെയും. നോക്കിക്കോണം, ശക്തനായ ആത്മീയനായ എല്ലാ കഴിവുള്ള ഈ രാജാവിനെ, ഉസിയാവേ, നിനക്ക് പറ്റിയത് ഏൽപ്പിക്കാത്ത ശുശ്രൂഷ നീ ചെയ്തത് കൊണ്ട് അവൻ പുറത്തു പോകേണ്ടി വന്നു. ആ കാലയളവിലെ കൊട്ടാരത്തിലെ പ്രവാചകന്മാർക്ക് വലിയ ശുശ്രൂഷ ഉണ്ടായിരുന്നു. യെശയ്യാ പ്രവാചകന് വളരെ സങ്കടമായി പോയി. 6-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ അവന് ഒരു ദർശനമുണ്ടായി. ഈ ദർശനത്തിന്റെ വിഷയം, ഉസിയാവേ മരിച്ചുപോയി, ഇസ്രായേലിനെ ഭരിക്കുവാൻ ആരാ ഉള്ളത്? അതൊക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. നേതാക്കന്മാര് മരിച്ചു കഴിഞ്ഞാൽ നീ ആരാ? ഈ ചിന്ത തന്റെ ഉള്ളിൽ കയറി വന്നു. താനൊരു കാര്യം ചെയ്തു, ദൈവസന്നിധി കടന്നു ചെന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, നാം ദൈവസന്നിധി കടന്നു വരുമ്പോൾ അതിന് മറുപടി ലഭിക്കും. എന്താ മറുപടി? ഇവിടെ വായിക്കുന്നത്, സൈന്യങ്ങളുടെ യഹോവ, ഇസ്രായേലിനെ ഭരിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവ. ആരാ വിളിച്ചു പറയുന്നത്? സറാഫുകൾ വിളിച്ചു പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ. അവിടെ വായിക്കുന്നത്, ആർത്തു പറഞ്ഞു, ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനം കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. നമ്മുടെ ആരാധനയിൽ ആർപ്പുണ്ടായിരിക്കണം. നമ്മുടെ എത്രയും കഴിവെടുത്ത് നമ്മുടെ ദൈവത്തിന് വേണ്ടി ആരാധിക്കുക. യെശയ്യാവിന് മനസ്സിലായി, ഉസിയാവ് പോയിരുന്നാലും യഹോവ കാര്യം നോക്കിക്കൊള്ളും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ വാക്കുകളെ ഞാൻ തൽക്കാലം നിർത്തട്ടെ. നമ്മുടെ കർത്താവ് വരാറായി. പോകുവാൻ തയ്യാറാകുക. ഭാരതത്തോടെ പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.